അപ്പം എല്ലാവർക്കും ഫസ്റ്റ് ഈദ് മുബാറക്. അപ്പം നാളെയാണ് നമ്മളെ ചെറിയ പെരുന്നാൾ. ഭയങ്കര സന്തോഷമാണ്. തക്ബീറിൽ നിൽക്കാൻ എന്തോ ഒരു പാങ്ങല്ലേ, ഭയങ്കര സന്തോഷം. എല്ലായിടത്തും വലിയ ആഘോഷമൊന്നുമില്ല ദുബൈയിൽ ഇങ്ങനെ ആയതുകൊണ്ട്. എന്നാലും ചെറിയ ചെറിയ ആഘോഷമെല്ലാം ഉണ്ടാകും. നല്ല വെടിപൊട്ടിക്കുന്ന സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പം എന്താ പറയല്ലേ, ഇനി മെയിലാഞ്ചി വെക്കാനുണ്ട്, എന്തെല്ലോ പരിപാടി ഉണ്ട്. എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം എല്ലാവർക്കും ഈദ് മുബാരക്. എൻ്റെ മോളെ രണ്ടാമത്തെ പെരുന്നാൾ അങ്ങനെ എന്തോന്ന് തോന്നുന്നു. ഫസ്റ്റ് ചെറിയ പെരുന്നാൾ സമയത്തോള് പ്രസവിച്ച് കിടക്കുന്നുണ്ടായതാണ്, ചെറിയ കുഞ്ഞുണ്ടായതാണ്. അപ്പം ഇതോളെ രണ്ടാമത്തെ പെരുന്നാണ്, ചെറിയ പെരുന്നാൾ. പിറ്റേന്നോളെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ഭയങ്കര ഇരട്ടി സന്തോഷമാണ്. അപ്പം നമുക്ക് ഓരോന്നോരോന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഉമ്മ ഉണ്ടാക്കുന്നതെന്ന് ആദ്യം കാണിച്ചു തരാം. നമ്മളിതാ പള്ളിയിൽ നിന്ന് തക്ബീർ ഇല്ലുമ്പോൾ ഉമ്മ കടലപ്പം ഉണ്ടാക്കാന്ന്. നേരത്തെ നമ്മ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ വീഡിയോ ഞാൻ ഇതിൽ ചേർക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാ നോമ്പിൻ്റെ പെരുന്നാളിൻ്റെ അപ്പമാണിത്, കടലപ്പം. പിന്നെ ബീഫ് ഇതിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, നല്ല ബീഫ് കറിയും കായലപ്പവും ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നോക്കിയിട്ട് നെയ്പ്പത്തലും ഉണ്ടാക്കും. ഇതൊക്കെയാണ് പെരുന്നാൾ വിശേഷം. ക്യാമറ മെയിലാഞ്ചിയിൽ ഇത് ഞാൻ തന്നെ വെച്ചതാണ്. നമുക്ക് മെയിലാഞ്ചി ഒന്നും വെക്കാൻ അറിയില്ല. അറിയുമ്പോൾ ഇങ്ങനെ വെച്ച് അനിയത്തി വരുന്നവരെ കാത്തിക്കണ്ടേ. അപ്പോൾ കന്നെ കുഞ്ഞി എന്തായാലും വിടൂല. അപ്പം ഞാൻ അറിയുമ്പോൾ ഒരു പുറകിലേക്ക് വെച്ച് ഓള് വന്നിട്ടേറ്റ് വേണം ഉള്ളം കൈക്ക് വെക്കാൻ. ഞാൻ കല്ല കാണിച്ചു തരാം നിങ്ങൾക്ക്. പെരുന്നാൾ രാത്രി നല്ല ബീഫ് കറിയും കായലപ്പമാണ് നമ്മൾ പെരുന്നാൾ രാത്രി ഉണ്ടാക്കിയത്. മെയിലാഞ്ചിയെല്ലാം വെച്ചിട്ട് ഇതെല്ലാം തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് ഗൈസ്. അപ്പം നെയ്പ്പത്തൽ ഉണ്ടാക്കലാണ്. അപ്പം നമ്മൾ പറഞ്ഞ നെയ്പ്പത്തൽ നമുക്ക് വേണ്ടാന്ന്. അപ്പം നമുക്കിത് തിന്നാം. അങ്ങനെ മെയിലാഞ്ചി വെക്കാന്ന് അനിയത്തി വന്നതിന് ശേഷം ഇതാ ഓള് മെയിലാഞ്ചി വെച്ചിരാന്ന്. എനിക്ക് ഉമ്മാക്ക് വെച്ചു കൊടുക്കാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് വേഗം വെച്ചെന്ന് കുഞ്ഞെണീക്കുമ്പോഴൊക്കെ അറിഞ്ഞു. അപ്പം അങ്ങനെ മെയിലാഞ്ചി വെക്കാന്ന്. എല്ലാവർക്കും ഒരിക്കലും കൂടി ഈദ് മുബാരക്. പള്ളിയിൽ നിന്ന് തക്ബീറിലേക്ക് കൊടുക്കുകയാണ്. സമയം 10 അങ്ങനെ എന്തോ ആയെന്ന് തോന്നുന്നു. അനിയനെല്ലാം പള്ളിയിൽ പോകാൻ ഗിയാന്ന്. നിസ്കാരം എത്ര മണിക്കിപ്പോൾ അറിയില്ല. അപ്പം ഉള്ളിലത്തെ അവസ്ഥ കാണിച്ചു തരാം. ഉമ്മ രാവിലെ തന്നെ എണീച്ചിട്ട് ഉമ്മ കായിലപ്പം ഉണ്ടാക്കി. എന്നിട്ട് ചായ കുടിക്കുമ്പം നമ്മൾ മെയിലാഞ്ചി വലിയ ചോദിച്ചാട്ട. അല്ലെങ്കിൽ ഇത് കഴിക്കുമ്പോൾ മെയിലാഞ്ചി വെച്ചാൽ നല്ല ചോക്കലുണ്ട്. മെയിലാഞ്ചി അങ്ങനെ വലിയ ചോദിച്ചില്ല. ഇത് ഇവിടെ ഉണ്ടാക്കിയ കാണിച്ചറിയ ഉമ്മ കിച്ചണിൽ ഉമ്മ നെയ്പ്പത്തലുണ്ടാക്കി. ബിരിയാണിക്ക് വേണ്ട കോഴി മോള് വരക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ആക്കുന്നില്ല, നാളെ പരിപാടിയല്ലേ. നെയ്പ്പത്തൽ ഇന്നലെ രാത്രി ആക്കായിട്ട് ഉമ്മക്ക് എന്തോ ബേജാറ് പോലെ. അങ്ങനെ ഉമ്മ രാവിലെ നെയ്പ്പത്തൽ ഉണ്ടാക്കി, കായലപ്പം ഉണ്ടാക്കി, ചായ ഉണ്ടാക്കി നമ്മൾ കുടിക്കുകയാണ്. ഇനിയും പള്ളിയിൽ പോവാന്ന്. പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടിട്ട് ഇനിയും പള്ളിയിൽ പോവാന്ന്. ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്. നല്ലുണ്ട്, ബ്ലാക്ക് ആയിട്ട് ഫുള്ള് അടിപൊളി. ഷൂ ഉണ്ട്, വന്നിട്ട് ഇടാന്ന് വിചാരിച്ച്. അങ്ങനെ പള്ളിയിലേക്ക് പോയി. നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കണം. മൈലാഞ്ചി വെച്ചിന് ഉമ്മാരിന്ന് ചോത്തിട്ടാന്ന്. അല്ലെങ്കിൽ നല്ല ചോക്കലുണ്ട്. ഇതെന്തോ മൈലാഞ്ചി ചോത്തിട്ടാ. മോക്ക് ഞാൻ വെച്ചു കൊടുത്തിന്. അപ്പൊ കോള് പെരുക്കിയതാ കണ്ട. ഓള് കണ്ട കാല് പെരുക്കിയത് അപ്പുറം ഇപ്പുറം ഇട്ടിട്ട് ഫുള്ള് പെരുക്കി. രാവിലെ തന്നെ നെയ്പ്പത്തലും ബീഫ് കറിയും തിന്നാൻ പോവാന്ന്. ബീഫ് കറിയും ഇന്നലെ രാത്രി വെച്ചതാണ്. നെയ്പ്പത്തൽ ഇപ്പം രാവിലെ ചുട്ടത്. അപ്പം നമുക്ക് തിന്നാം. പെരുന്നാളിന് രാവിലെ തന്നെ നെയ്പ്പത്തലും ബീഫ് കറിയും കായലപ്പെല്ലാം അടിപൊളിയാണ് തിന്നാനും വേണ്ടിയിട്ട്. അപ്പം നമുക്ക് തിന്നാം. ഉമ്മയുടെ ചിക്കൻ മസാല ഉണ്ടാക്കാറ് പൊരിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ചിക്കൻ മസാല ഉണ്ടാക്കുന്നത് ബിരിയാണിക്ക്. അടിപൊളി ചിക്കൻ. ചോറിച്ചാ ഇവിടെ വെക്കാനോ പുറത്ത് വെക്കാനോ? ബിരിയാണി ഇവിടെ റെഡിയായി. എന്തെല്ലോ തിരക്കായി പോയി. പിന്നെ കുഞ്ഞിനെ കുളിപ്പിച്ച് പിന്നെ പുള്ളെല്ലാം വന്ന് പിന്നെ അപ്പുറത്തെ അവരെ അയൽവാസികളെല്ലാം വന്ന് അങ്ങനെ തിരക്കായി പോയി. അപ്പുറം ഉണ്ട്, ഇനിയും ഉണ്ട് അയൽവാസികൾ അപ്പുറത്തെ പേരത്തെ. അപ്പൊ നമ്മൾ ബിരിയാണി കുറച്ചേ വെച്ചിട്ടുള്ളൂ. നാളെ പരിപാടി ആയതുകൊണ്ട് ഞാനിതാ
ബേക്കാനും വേണ്ടിട്ട് ഇങ്ങനെ എടുത്തിട്ട് പോവാങ്കിയാണ് ചോറ് ബേക്കാൻ. ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല. അല്ല പുതിയൊരു ടോപ്പ് വാങ്ങിയിട്ടുണ്ടായിന്, അത് ഇട്ടത് ഇപ്പൊ കുളിച്ചിട്ട്. ഇനിയിപ്പോ മാറ്റണം ചോറ് വെച്ചിട്ടായിട്ട്. ഞാൻ എൻ്റെ പെരുന്നാളിൻ്റെ ഡ്രസ്സ് പെരക്ക് കുറേ ആള് വന്നിട്ടുണ്ടായി. ഉപ്പാൻ്റെ അനിയന് അങ്ങനെ മക്കളെല്ലാം വന്നിട്ടുണ്ടായി, ഓളും മക്കളെല്ലാം. അപ്പൊ ഇതാണ് കേട്ടോ എൻ്റെ പെരുന്നാളിൻ്റെ ഡ്രസ്സ് പറയാം. ഞാൻ 3 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായി. ഒന്ന് കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക്, അതൊക്കെ എൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് തന്നതാണ്. പിന്നെ ഒന്നും കൂടി എടുത്തിട്ടുണ്ടായിന്, അത് ഇൻഷാ അല്ലാ എപ്പോഴെങ്കിലും ഇടണം. ഇന്നിതിടാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എൻ്റെ മോളെ താടി ഉണ്ട്, അനിയത്തി ആടി ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മാറ്റാം. ഞാനിത് എൻ്റെ 2ാമത്തെ ഡ്രസ്സാണ് ഞാനിത് ഇട്ടത്. ഉമ്മാനെ കാണിച്ചുതരാം. ഇത് ഞാൻ എടുത്ത ഡ്രസ്സാണ്, പുതിയതാണ് കേട്ടോ. എൻ്റെ ചെരുപ്പ് ഞാൻ എന്നെ കാണിച്ചല്ലേ, എനിക്കൊരു മിനിറ്റ്. എന്നിട്ട് എൻ്റെ 2ാമത്തെ ഡ്രസ്സ്, ഫസ്റ്റ് ഡ്രസ്സ് ഫോട്ടോയിലെടുത്ത് ഞാൻ ഊരി വെച്ച് ഇടെല്ലാം നോക്കണ്ട, ഫുള്ളും കച്ചറ. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഡ്രസ്സ്. പിന്നെ ഇത് നല്ല ചെരുപ്പ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയ ചെരുപ്പ്. കാണിച്ചുതരാം, നല്ലല്ലേ? ഉമ്മ കാണിച്ചുതരാം. ആണ് ഉമ്മാൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. ഇങ്ങോട്ട് പെരുന്നാൾ ഡ്രസ്സ് ഇതാണ്. നല്ലുണ്ട്, നല്ല അടിപൊളി ഡ്രസ്സ്. അനിയത്തി ഒരുങ്ങണം. അത്ര അനിയനെയും കാണാനില്ല. എൻ്റെ മോക്ക് ഇത് എൻ്റെ മോക്കെടുത്ത 2ാമത്തെ ഡ്രസ്സ്. ഫസ്റ്റ് ഡ്രസ്സ് കൊടുത്തു, അതടിയുണ്ട്. അത്ര അടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ്. ഒന്നുമില്ല, പെരുന്നാൾക്ക് ഒരു പരിപാടിയില്ല. പെരുന്നുള്ളിൽ ഇരിക്കാൻ തന്നെ, ചോറ് ബേച്ച് ഇടിയിരുന്നു. ഇപ്പൊ 2-3 ഫോട്ടോ എല്ലാം എടുത്തിട്ട് അയച്ചു. നമ്മളെ പെരുന്നാളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം 4 മണിയായി. നമ്മ ഒരു ദിക്കിൽ പോയിട്ടില്ല, നമ്മ പെരയിൽ തന്നെയാണ്. നാളെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമുക്ക് എവിടെ പോവാനൊരു സമയം ഇല്ല. ഉമ്മ അങ്ങാട് പോയിട്ട് വരാന്ന്, 12 വിളിച്ച് പറഞ്ഞിട്ട് വരാന്ന്. നമ്മ മേടി പോയിട്ടില്ല. നമുക്ക് നാളെ ബർത്ത്ഡേ ആണ്ട് മേടി പോയിട്ടാ. പക്ഷെ ഏകദേശം ആള് വന്ന് നമ്മളിവിടെ പെരയിലേക്ക് വന്നിന്. ഇപ്പൊ ഉമ്മാന്റെ ഏട്ടത്തിയും മക്കവും മരിയൊക്കെ പെരുന്നാന്ന് പറയുന്നുണ്ടായി ഇങ്ങോട്ടേക്ക്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ പെരുന്നാന്ന് പറയുന്നത്. അങ്ങനത്തെ അങ്ങനെ പെരുന്നാൾ കഴിഞ്ഞ് ഇത്ര ഡ്രസ്സിന് അല്ല ഞാൻ നനച്ചിട്ടില്ല, തിരുമ്പിയിട്ടില്ല. എന്താ വെച്ചാൽ ഞാനെല്ലാം കുറച്ച് സമയം ഇട്ടിട്ടു. ഇതൊന്ന് ജസ്റ്റ് ഇട്ട് ഫോട്ടോ എടുത്ത് ഊരി, അതുപോലെ തന്നെ ഇതും ജസ്റ്റ് ഇട്ട് ഫോട്ടോ എടുത്ത് ഊരി. ഇത് പിന്നെ ഞാൻ വെറുതെ ഇട്ട് നോക്കിയത്. ഇത് ഞാൻ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഇത് അടിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇത് വെറുതെ ഇട്ട് നോക്കിയത്. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ വെയിലത്തിട്ട് ഉണക്കി എടുത്തതേ ഇല്ല, നനച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതെല്ലാം മടക്കി വെക്കാം. റൂമെല്ലാം നല്ല വൃത്തിയാക്കി വെച്ച് ഞാൻ. ഇനി നാളെ എന്തിനും സമയം ഉണ്ടായില്ലല്ലോ, എന്താണ്